ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയിലെ അനവധി അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ച്. ഒരു നിര വലിയ കല്ലുകൾ വൃത്താകൃതിയിൽ പണിതിരിക്കുന്നു. കല്ലുകൾ മാത്രം, അതിൽ യാതൊരു എഴുത്തുമില്ല. ആരാണ് പണിതതെന്നും എന്തിനാണിത് പണിതിട്ടുള്ളത് എന്നും ഇന്നും രഹസ്യമായി കിടക്കുന്നു. എന്നാൽ ചിലർ പറയുന്നത് ഇത് മനുഷ്യർ പണിതതല്ല, ചിലർ പറയുന്നത് ഇത് ഏലിയന്മാരുടെ ലാൻഡിംഗ് സ്പോട്ട് ആണെന്നും മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് പ്രാചീന ബലികൂദാശയുടെ വേദിയാണെന്നുമാണ്. സത്യത്തിൽ എന്താണ് സ്റ്റോൺഹെഞ്ചിന്റെ പിന്നിലെ കഥ? ഇന്നത്തെ യാത്ര നമ്മെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകുന്നു. ഇംഗ്ലണ്ടിന്റെ സാലിസ്ബറി പ്ലെയിൻ എന്ന പച്ചപ്പുള്ള നിലത്തിൽ ഒരുപാട് മൈലുകൾ വരെ കാഴ്ചയില്ലാത്ത ഒരു സമതലത്തിൽ വിചിത്രമായി ഉയർന്നു നിൽക്കുന്ന കല്ലുകളുടെ വലയമാണിത്. ഏകദേശം 13 അടി ഉയരം, 25 ടൺ ഭാരമുള്ള കല്ലുകൾ. ഇത് നൂറുകണക്കിന് വർഷങ്ങൾ കടന്നിട്ടും ഇന്നും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ 5000 വർഷം പഴക്കമുള്ള ഈ ഘടന എങ്ങനെ പണിതതാണെന്ന് ആരും വ്യക്തമാക്കാനായിട്ടില്ല. പുരാവസ്തു ഗവേഷകർ പറയുന്നത് പ്രകാരം സ്റ്റോൺഹെഞ്ച് പണിയപ്പെട്ടത് ക്രിസ്തുവിന് മുമ്പ് 3000 മുതൽ 2000 വരെ കാലഘട്ടത്തിലാണ്. അതിനർത്ഥം പിരമിഡുകളേക്കാൾ പഴക്കമുണ്ടിതിന് എന്നാണ്. ആദ്യം ഇവിടെ ഒരു മണ്ണ് വലയവും ചെറിയ കല്ലുകളും മാത്രമുണ്ടായിരുന്നു. തുടർന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വലിയ കല്ലുകൾ കൊണ്ടുവന്ന് പണിതു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ 2 തരമാണുള്ളത്. ഒന്ന് വലിയ സാൾസൺ സ്റ്റോൺസ്, 2 ചെറിയ ബ്ലൂ സ്റ്റോൺസ്. ഇവയിൽ ചില കല്ലുകൾ വെയിൽസ് എന്ന പ്രദേശത്തു നിന്നും വന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 240 കിലോമീറ്റർ ദൂരം. ആ കാലത്ത് വാഹനമോ മെഷീനോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇവരെ ഇത്രയും ദൂരം കൊണ്ടുവന്നു? ചിലർ പറയുന്നത് വലിയ മരച്ചുറ്റുകളിലിട്ട് കല്ലുകൾ തള്ളിക്കൊണ്ടുവന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് പുരാതന ശാസ്ത്രജ്ഞന്മാർക്ക് ചിലതരം ശക്തി അറിയാമായിരുന്നു എന്നാണ്. പക്ഷെ അതിനും ഉറച്ച തെളിവുകളൊന്നുമില്ല. ഭൂമിയിൽ ഇന്നുവരെ ആരും മനസ്സിലാക്കാത്ത ഒരു രഹസ്യം. ഇംഗ്ലണ്ടിന്റെ മധ്യഭാഗത്ത് കല്ലുകൾ മാത്രം ഉപയോഗിച്ച് പണിത ഒരു വൃത്തം, 5000 വർഷം പഴക്കം. ആരാണ് പണിതത്? എന്തിനാണ് പണിതത്? ഈ കല്ലുകൾ 200 കിലോമീറ്റർ അകലെയായ വെയിൽസിൽ നിന്നാണോ വന്നത്? അത് എങ്ങനെ സാധ്യമായി ആ കാലഘട്ടത്തിൽ? ചിലർ പറയുന്നു ഇത് ഏലിയൻ ലാൻഡിംഗ് സ്പോട്ട് ആണെന്ന്. മറ്റു ചിലർ മാനുഷിക ബലികൂദാശയുടെ വേദിയാണെന്നും. ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതൊരു സൂര്യ കലണ്ടർ ആയിരിക്കാം. പക്ഷെ യഥാർത്ഥം എന്താണ്? ആരാണ് ഇതിനു പിന്നിൽ? നിങ്ങൾക്ക് മുഴുവൻ കഥ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.